അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി കോടതി അടുത്തയാഴ്ച പരിഗണിക്കും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഭഗത് സിംഗ് വിവാദങ്ങളിൽ രാജ്യസഭയിൽ ബഹളം. ഭഗത് സിംഗിനെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന ദില്ലി സർവകലാശാലയിലെ പാഠപുസ്തകം തിരുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇറ്റാലിയൻ ഭരണഘടനയെക്കുറിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾക്ക് അറിവുള്ളതെന്ന സുബ്രഹ്മണ്യം സ്വാമിയുടെ പ്രസ്താവനയിൽ രാജ്യസഭയിൽ വൻ ബഹളം. സ്വാമി പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി. പ്രസ്താവന മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. സന്തോഷ് സർലിംഗ് വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, പറയൂ. രാജ്യസഭ എം പി സ്ഥാനമേറ്റ രണ്ടാം ദിവസവും പ്രകോപന പ്രസ്താവനകൾ നടത്തിയ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെയായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. ഇന്നലെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസ്താവന സഭയിൽ ഏറെ ബഹളം ഉണ്ടാക്കിയിരുന്നു. ഇന്നാകട്ടെ ഭഗത് സിംഗ് വിവാദത്തിൽ സുബ്രഹ്മണ്യ സ്വാമി നൽകിയ വിശദീകരണമായിരുന്നു പ്രതിഷേധത്തിനിടയാക്കിയത്. ഭഗത് സിംഗിനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന സർവകലാശാലയിലെ പുസ്തകം മാനവ വിഭവശേഷി മന്ത്രാലയം ഇടപെട്ട് തിരുത്തണമെന്ന് സമാജ്വാദി ആവശ്യപ്പെട്ടു. കൂടാതെ അലിഗഡ് സർവകലാശാലയെ കുറിച്ച് പറഞ്ഞ സമാജ്വാദി നേതാവ് KC ത്യാഗി സുബ്രഹ്മണ്യ സ്വാമിയുടെ പേര് അവിടെ പരാമർശിച്ചിരുന്നു. ഇതിൽ വിശദീകരണവുമായി എഴുന്നേറ്റ സ്വാമിയെ കോൺഗ്രസ് അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് MPമാർക്ക് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് അറിയില്ലെന്നും ഇറ്റാലിയൻ ഭരണഘടനയെ കുറിച്ച് മാത്രമാണ് അറിവുള്ളതെന്നും സ്വാമി കളിയാക്കി. എന്തായാലും ഇതിൽ ഏറെ പ്രതിഷേധമുണ്ടായി. കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി. അനാവശ്യ പ്രസ്താവനകൾ നടത്തുകയാണ് സ്വാമി എന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. തെരുവിലെ ഭാഷയാണ് സുബ്രഹ്മണ്യ സ്വാമി പാർലമെന്റിലും ഉപയോഗിക്കുന്നതെന്ന് ഗുലാം നബിയും പറഞ്ഞു. എന്തായാലും പ്രതിഷേധം ശക്തമായതോടെ മറ്റൊരു രാജ്യത്ത് പേര് പറഞ്ഞ് നടത്തിയ പ്രസ്താവന സ്പീക്കർ തന്നെ സഭാരേഖകളിൽ നിന്ന് നീക്കി. കൂടാതെ സ്വാമിയെ ശാസിക്കുകയും ചെയ്തു. അനാവശ്യമായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി എന്നായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറുടെ ശാസന. ഇതിനിടയിൽ തന്നെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങൾ ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും വിവാദത്തെക്കുറിച്ച് വിശദമായ ചർച്ച ആവശ്യമാണെന്ന് വെങ്കയ്യ നായിഡുവും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ പാർലമെന്റിൽ ചർച്ച നടക്കും. വിവാദത്തിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് AK ആന്റണി ഇന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം. 5 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. ഹെൽമെറ്റ് ധരിച്ചയാൾ വില്ലേജ് ഓഫീസിനകത്തു വെച്ച വസ്തുവാണ് പൊട്ടിത്തെറിച്ച. വിവരങ്ങളുമായി S ജീവൻകുമാർ ചേരുന്നു. ജീവൻ, എങ്ങനെയാണ് സംഭവം? സുരാജ്, രാവിലെ 11:00 കോട്ട് ധരിച്ച ഒരാൾ വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കുകയും കയ്യിലുണ്ടായിരുന്ന ബാഗിലേക്ക് തീ കൊളുത്തുകയുമായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരം. കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറും അനുബന്ധ രേഖകളും ഫയലുകളും എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. 4-5 ജീവനക്കാർക്ക് 6 ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരു ജീവനക്കാരുടെ നില, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായ വേണു എന്ന ആളുടെ നില അല്പം ഗുരുതരമാണ്. അദ്ദേഹത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് സ്ഫോടനം നടക്കുന്ന സമയത്ത് ചില ഇടപാടുകാരായ ആളുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വില്ലേജ് ഓഫീസിൽ സാധാരണഗതിയിൽ സർക്കാർ ആവശ്യങ്ങൾക്കായി എത്തിയ ആളുകളാണ് ഉണ്ടായിരുന്നത്. വലിയ സ്ഫോടന ശബ്ദം, ഉഗ്രശബ്ദത്തോടു കൂടിയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് സമീപവാസികൾ പറയുന്നു. തുടർന്ന് അവർക്ക് എന്താണ് ഇതിന് ആധാരമായ കാരണം എന്നതിനെ സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമായതിനാൽ മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുമില്ല. സുരാജ്. S ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനമായി. സംസ്ഥാനത്തെ വരൾച്ച, കുടിവെള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രൂക്ഷമായ വരൾച്ചയുടെ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. കേരളത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി വിജ്ഞാപനം ചെയ്യും. എന്നാൽ ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതും. കാസർഗോഡ് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 10 RO പ്ലാന്റുകൾ ടെൻഡറില്ലാതെ വാങ്ങും. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ തെന്മല ഡാമിൽ നിന്നും വെള്ളമെത്തിക്കും. മരണകാരണം സൂര്യാഘാതമാണെന്ന് ആരോഗ്യവകുപ്പിന്റെ സാക്ഷ്യപത്രം ലഭിച്ചാൽ മരണപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സൂര്യാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി ആവശ്യം വേണ്ടിവരും. ഇത് IMDയുടെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വീതം നൽകുന്നതാണ്. കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണെന്നുണ്ടെങ്കിൽ 2013 സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത്ര അല്ല.
ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഡാമിൻ്റെ കപ്പാസിറ്റിയും അവിടുത്തെ അവൈലബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അലാമിംഗ് സിറ്റുവേഷൻ ഇല്ല. സൂര്യാഘാതമേറ്റവർക്ക് ചികിത്സ സൗജന്യമായിരിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കും. മമ്മൂട്ടി അടക്കമുള്ളവർ നൽകിയ സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണം ഏകോപിപ്പിക്കുന്നതിനായി ജലവകുപ്പ് സെക്രട്ടറി VJ കുര്യനെ യോഗം ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണത്തിനായി 49 കോടി രൂപ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി PK മൊഹന്തി, റവന്യൂ വകുപ്പ് സെക്രട്ടറി വിശ്വാസ് മേത്ത, ജല സെക്രട്ടറി VJ കുര്യൻ, ഫിനാൻസ് സെക്രട്ടറി KM എബ്രഹാം എന്നിവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് രൂക്ഷമായ വരൾച്ചാക്കെടുതി നേരിടാൻ സന്നദ്ധ പ്രവർത്തനവുമായി നടൻ മമ്മൂട്ടി. ഇതിന്റെ ഭാഗമായി സഹായ മനസ്ഥിതിയുള്ളവരെയും സംഘടനകളെയും പങ്കെടുപ്പിച്ച് ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ യോഗം ചേരും. സന്നദ്ധ പ്രവർത്തകരും സർക്കാരുമായും ചേർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുൻകൈയെടുക്കാൻ തയ്യാറാണെന്ന് മമ്മൂട്ടി ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു. നെൽകർഷകരോട് കൊടും ക്രൂരത. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് 300,48 ലക്ഷം രൂപ. 1,27,000-ഓളം കർഷകരിൽ 3.5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടാനുള്ളവരുണ്ട്. പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയവർ പോലും പണം കിട്ടാനുള്ളവരിൽ ഉൾപ്പെടുന്നു. ഇന്നലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 300,48,67,000 രൂപയാണ് നെൽകർഷകർക്ക് കിട്ടാനുള്ളത്. 1,27,000 കർഷകർ പണം പ്രതീക്ഷിച്ച് കാത്തിരിപ്പിലാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം 41,470 കർഷകർക്കായി 105,60,00,000 രൂപ കുടിശ്ശികയാണ്. കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ 84,85,00,000 രൂപയാണ് കുടിശ്ശിക. മറ്റു ജില്ലകളിൽ കുടിശ്ശിക ഇങ്ങനെ: എറണാകുളം 3,13,00,000, കോട്ടയം 34,09,00,000, പത്തനംതിട്ട 6,99,00,000, തൃശൂർ 52,60,00,000, വയനാട് 2,76,00,000. പണം കിട്ടാനുള്ളതിൽ ഭൂരിഭാഗവും പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയവരാണ്. ക്വിന്റലിന് 2,150 രൂപയ്ക്കാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത്. ഇതിൽ 1,410 രൂപ കേന്ദ്രവിഹിതമാണ്. കേന്ദ്രവിഹിതം നൽകിയിട്ടുണ്ട്. 740 രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് കുടിശ്ശികയായത്. വൻ തുക കുടിശ്ശികയായത് കർഷകരെ തീർത്തും ദുരിതത്തിലാഴ്ത്തുന്നു. MR സജേഷ്, തിരുവനന്തപുരം. കാർട്ടൂണിസ്റ്റ് ടോംസിനോട് സർക്കാർ കാണിച്ച അവഗണന വിവാദമാവുന്നു. രോഗശയ്യയിൽ കിടന്ന ടോംസിനെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. അർഹതപ്പെട്ട അംഗീകാരങ്ങളൊന്നും ടോംസിനെ തേടിയെത്തിയില്ലെന്നതും കലാകാരന്മാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ആകസ്മികമായ ഒരു വേർപാടായിരുന്നില്ല കാർട്ടൂണിസ്റ്റ് ടോംസിന്റേത്. 10 മാസക്കാലം രോഗശയ്യയിൽ കിടന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. നേരിട്ടും ഫോണിലൂടെയും ടോംസിന്റെ ഗുരുതരാവസ്ഥ അറിയിച്ചിട്ട് പോലും കോട്ടയംകാരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്, ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ഒരിക്കൽ പോലും ടോംസിനെ കാണാനെത്തിയില്ല. ഇതിന്റെ ദുഃഖവും പരിഭവവും ടോംസിന്റെ കുടുംബാംഗങ്ങൾക്കുണ്ടെന്ന് കാർട്ടൂൺ അക്കാദമി ചെയർമാൻ പ്രസന്നൻ ആനിക്കാട് പറഞ്ഞു. കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഞാൻ SMS വഴിയും ടെലിഫോൺ വഴിയും നിരന്തരം ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് പല തവണ ഞാൻ അവരെ അറിയിച്ചിട്ടും ഒരാൾ പോലും അങ്ങോട്ട് ചെന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു വസ്തുത. ബോബനും മോളിയും എന്ന ഹാസ്യചിത്രകഥയിലൂടെ തലമുറകൾക്ക് ചിരിയും ചിന്തയും സമ്മാനിച്ച ജനപ്രിയ കാർട്ടൂണിസ്റ്റ് ടോംസ് ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരവും പരിഗണനയും നൽകിയിട്ടുണ്ടോ എന്ന് കേരളീയ സമൂഹം സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങളിലെ ജീവിതത്തെ രാഷ്ട്രീയ സാമൂഹ്യ സംഭവവാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ബോബനും മോളിയും കേരളീയ സാമൂഹ്യാവസ്ഥയുടെ പാഠപുസ്തകം കൂടിയാണ്. അപ്പി ഹിപ്പി, കുഞ്ചുകുറുപ്പ്, ഉണ്ണിക്കുട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി നിരവധി ജനപ്രിയ കാർട്ടൂണുകൾക്ക് ജീവൻ നൽകിയ ടോംസിനെ തേടി അംഗീകാരങ്ങളൊന്നും വന്നില്ല. കാർട്ടൂണുകൾ ജനങ്ങൾ സ്വീകരിച്ചപ്പോൾ പുരസ്കാരങ്ങൾ നൽകേണ്ടവർ കണ്ണടച്ചു. അതൊന്നും ടോംസ് എന്ന വലിയ കലാകാരനെ നിരാശനാക്കിയില്ല. പ്രതിസന്ധികളെയെല്ലാം അവഗണിച്ച മനസ്സായിരുന്നു അദ്ദേഹത്തിന്റേത്. ടോംസ് എന്ന തൂലികാനാമത്തിന്റെ അർത്ഥം ബോബനും മോളിയുമായി മാറുമ്പോൾ മലയാളിക്ക് ചിന്തിക്കാനും ചിരിക്കാനും അറിയാവുന്ന കാലത്തോളം ടോംസ് ജീവിക്കുക തന്നെ ചെയ്യും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബോബനും മോളിയും പോലെ തന്നെ വായനക്കാരെ കുടുകുട ചെയ്യിപ്പിച്ച ടോംസിന്റെ കാർട്ടൂൺ കഥാപാത്രമാണ് മണ്ടൂസ്. കൈരളി TVയിലെ മണ്ടൂസിന്റെ 2D ആനിമേഷൻ പതിപ്പിലൂടെയും ടോംസ് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചു. കടലാസും പേനയും വെച്ചുള്ള കരിമുഷി കാർട്ടൂണിൽ നിന്ന് ആനിമേഷൻ കാർട്ടൂണിലേക്ക് ടോംസ് ചുവടുവെച്ചത് കൈരളി TVയിലൂടെയാണ്. മണ്ടൂസിന്റെ മണ്ടത്തരങ്ങൾ 2D ആനിമേഷൻ രൂപത്തിൽ പ്രേക്ഷകരിലെത്തിയപ്പോൾ TVക്ക് മുന്നിലിരുന്നും മലയാളി പൊട്ടിച്ചിരിച്ചു. മരുന്ന് വാങ്ങാൻ പോയ നീ എന്താണ് ഉടനെ ഇങ്ങ് പോകുന്നത്? ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഓരോ കാലം മരണത്തിലേക്കായിരിക്കും. പിന്നെ അറിഞ്ഞോണ്ട് എങ്ങനെയാ കൊച്ചമ്മയെ പോയി ചാവുന്നേ?
കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നമ്മെ വായിപ്പിച്ച് ചിരിപ്പിച്ച ടോംസിന് TV എന്ന ദൃശ്യമാധ്യമത്തിലെത്തിയപ്പോഴും തനിമ ഒട്ടും ചോരാതെ തന്റെ ഹാസ്യം പ്രേക്ഷകരിൽ എത്തിക്കാനായി. മലയാളം TV ചാനലുകളിലെ ഹാസ്യ കാർട്ടൂണുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പരമ്പരകളിലൊന്നായിരുന്നു മണ്ടൂസ്. വാർത്ത കണ്ടോ, അണക്കെട്ട് നിർമ്മാണത്തിൽ ഭയങ്കര വെട്ടിപ്പ് നടക്കുന്നെന്ന്. എന്നാലേ അതിനേക്കാൾ വലിയ വെട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്, എനിക്കറിയാം. എവിടെയാടാ ഒന്ന് പറഞ്ഞേ. ബാർബർ ഷാപ്പില്. പിന്നെ ടൗണിലൊരു തുണിക്കടയുണ്ട്. അവര് പറഞ്ഞോണ്ടാ വെട്ടിപ്പ് നടത്തുന്നത്. കാലത്തിനൊപ്പം നടന്ന് വായനയിലും ദൃശ്യത്തിലും ഒരുപോലെ നർമ്മം പങ്കുവയ്ക്കാൻ ടോംസിന് കഴിഞ്ഞു വന്നതിന്റെ ഉത്തമോദാഹരണമാണ് മണ്ടൂസിന്റെ ജനപ്രിയത കാട്ടിത്തന്നത്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ ആനുകൂല്യം സർക്കാർ പിൻവലിച്ചു. പുനർനിയമനമോ പുനർവിന്യാസമോ ലഭിക്കാത്ത 10,000-ലേറെ സംരക്ഷിത അധ്യാപകരാകും ഇതോടെ ശമ്പളമില്ലാതെ പുറത്താകുക. നേരത്തെയുള്ള സർക്കാർ ഉറപ്പുകൾ പോലും ലംഘിച്ചാണ് പുതിയ സർക്കുലർ. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ കുറവിനെ തുടർന്ന് തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകർക്ക് പുനർനിയമനം ലഭിക്കും വരെ ശമ്പളമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ. പുനർനിയമനമോ പുനർവിന്യാസമോ ലഭിക്കാത്ത 10,000-ലേറെ സംരക്ഷിത അധ്യാപകരാണ് ഇതോടെ ശമ്പളം ലഭിക്കാതെ പുറത്താവുക. മാനേജ്മെന്റ് സ്കൂളിലെ ഒഴിവുകളിൽ 1:1 എന്ന അനുപാതത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുനർനിയമനം നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതനുസരിച്ച് ഒരു സ്കൂളിൽ അധ്യാപകന് തൊഴിൽ നഷ്ടപ്പെടുകയും പുതിയ അനുപാതമായ 1:30 എന്നതനുസരിച്ച് പിന്നീട് ഒഴിവുണ്ടായാൽ നിയമനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ജോലി ലഭിക്കുന്നവർ നാമമാത്രമായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സംസ്ഥാനത്തെ അധ്യാപകർ നീണ്ട പ്രക്ഷോഭത്തിലൂടെയാണ് പ്രൊട്ടക്ഷൻ ആനുകൂല്യം നേടിയെടുത്തത്. സർക്കാർ തീരുമാനം അധ്യാപകരോടുള്ള വെല്ലുവിളിയാണെന്ന് KSTA ആരോപിച്ചു. സർക്കാർ ഉറപ്പുപോലും കാറ്റിൽ പറത്തിയതായി KSTA ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ പറഞ്ഞു. നിലവിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 12,000-ലധികം അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യവും നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ മിക്കവാറും കുറേ മാനേജ്മെന്റുകൾക്ക്, വലിയ കുട്ടികളുള്ള മാനേജ്മെന്റുകൾക്ക് അധിക തസ്തിക ലഭിക്കുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഇപ്പോൾ നമ്മുടെ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിക്കൊണ്ട് അധ്യാപകരാകെ വഴിയാധാരമാക്കുന്ന നിലപാടുകളാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ കണക്കെടുപ്പിൽ 18,000-ഓളം അധ്യാപകരാണ് സംരക്ഷിത അധ്യാപകരുടെ പട്ടികയിലുള്ളത്. 1997 ജൂലൈ വരെ അധ്യാപക പാക്കേജിന്റെ ഭാഗമായിരുന്നവരെ 2011 വരെയും ദീർഘിപ്പിച്ച സംരക്ഷണമാണ് കഴിഞ്ഞ ദിവസത്തെ സർക്കുലറിലൂടെ ഇവിടെ അസ്ഥിരപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ മാസങ്ങളായി AC ഇല്ല. പകരം രോഗികളെ കൊണ്ട് ഫാൻ വാങ്ങിപ്പിക്കുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ കൊടും ചൂടിൽ ജനൽ തുറന്നിട്ടാണ് ICUവിൽ കഴിയുന്നത്. രോഗികളെല്ലാം അണുബാധയേൽക്കുമോ എന്ന ഭീഷണിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോ തെറാസിക് ICUവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ ചികിത്സയിൽ കഴിയുന്ന ICUവിലെ ശീതീകരണ യന്ത്രം തകരാറായിട്ട് മാസങ്ങളായി. ആശുപത്രി അധികൃതർ പകരം സംവിധാനമായി രോഗികളെ കൊണ്ട് തന്നെ ഫാൻ വാങ്ങിച്ചു വെച്ചിരിപ്പിക്കുന്നു. ICUവിലെ ജനലുകളും തുറന്നിട്ടിരിക്കുന്നു. കൊടും ചൂടിൽ കഴിയുന്ന രോഗികളെല്ലാം അണുബാധയേൽക്കുമോ എന്ന ആശങ്കയിലാണ്. AC ഇല്ലാത്തത് സംബന്ധിച്ച് പരാതിപ്പെട്ടപ്പോൾ വേണമെങ്കിൽ ഫാൻ വാങ്ങിവെക്കാനായിരുന്നു ആശുപത്രി അധികൃതരുടെ നിർദ്ദേശമെന്ന് ICUവിലെ രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു. AC ഉണ്ട്, AC വർക്കാവുന്നില്ല. ഇവിടെ ഓരോ പേഷ്യന്റും അവിടെ വരുമ്പോൾ ഫാൻ വാങ്ങിക്കാനും പിന്നെ താഴെ വന്ന് അവിടെ എഴുതി വാങ്ങിച്ച് 25 രൂപ അടച്ച് ആണ് നമ്മൾ ഫാൻ ഇനി മേലെ കൊണ്ടുവരുന്നത്. വെളിയിലെ വിൻഡോകളെല്ലാം ഓപ്പൺ ആണ്. അവിടെ എലി ശല്യം വരെ ഉണ്ട് ആ വാർഡിൽ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ ഫാനില്ല, ICUവിൽ AC ഇല്ല. ഡോക്ടേഴ്സ് ഉൾപ്പെടെ വന്നിട്ട് AC ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് കൂടി ആരും പോലും എടുത്തിട്ടില്ല. 3000 രൂപയോളം മുടക്കി ഫാൻ വാങ്ങിച്ച രോഗികളിൽ നിന്നും വാടക ഇനത്തിൽ 25 രൂപ വീതവും ആശുപത്രി അധികൃതർ ഈടാക്കി. അധികൃതരുടെ അനാസ്ഥയുണ്ടാക്കുന്ന ദുരിതത്തിനൊപ്പം അധിക സാമ്പത്തിക ഭാരവും രോഗികൾ സഹിക്കണം. ആശുപത്രികളിൽ സർവ്വ സൗകര്യങ്ങളും ഒരുക്കിയെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ മൂക്കിന് താഴെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് രോഗികളുടെ ജീവൻ പന്താടുന്ന അനാസ്ഥയുടെ ഈ നേർക്കാഴ്ച. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. സർക്കാരിലെ അഴിമതിക്കെതിരെ കോൺഗ്രസ് നേതാവ് AK ആന്റണി രംഗത്തുവന്നത് കഴിഞ്ഞ മെയ്യിലാണ്. സമസ്ത മേഖലയിലും അഴിമതി കുടികുത്തി വാഴുകയാണെന്ന് ആന്റണി ചൂണ്ടിക്കാട്ടിയിരുന്നു. അഴിമതിക്കെതിരെ പ്രസംഗം പോരാ, പ്രവൃത്തി വേണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആന്റണിയുടെ വാക്കുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാവുകയാണ്. മിക്കവാറും എല്ലാ മേഖലയിലും അഴിമതി ഇന്ന് കൂടുതലുണ്ട്. സർക്കാർ മേഖലയിലുണ്ട്, സ്വകാര്യ മേഖലയിലുണ്ട്,
കോളേജ് അധ്യാപക നിയമനത്തിലുണ്ട്, വിദ്യാർത്ഥി പ്രവേശനത്തിലുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും കാശ് കൊടുക്കാതെ കാര്യം നടക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതൊക്കെ ഒരു മേഖലയെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വല്ലാത്തൊരു ശാപമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും അഴിമതി കുറയുന്നതിന് പോലെ കൂടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതെല്ലാവരും കൂടെ അത് മനസ്സിലാക്കി അതിനെതിരായിട്ട് വാക്കുകളല്ല, പ്രസംഗങ്ങളല്ല, ആത്മാർത്ഥമായ നടപടിയാണ് വേണ്ടതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇരിക്കൂറിൽ KC ജോസഫിനെതിരെ പുതിയ വിമതൻ. നിലവിലെ വിമതൻ അബ്ദുൽ ഖാദറിന് പകരം ബിനോയ് തോമസ് ആണ് രംഗത്തെത്തിയിരിക്കുന്നത്. പഴയ വിമതൻ അബ്ദുൽ ഖാദറിന്റെയും നവമാധ്യമ കൂട്ടായ്മയുടെയും പിന്തുണയുമുണ്ട് ബിനോയ് തോമസിന്. കഴിഞ്ഞ 34 വർഷമായി ഇരിക്കൂറിൽ നിന്നുള്ള ഒരാൾ ഇരിക്കൂറിന്റെ MLA അല്ല. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും സങ്കടകരമായ സാഹചര്യം. 35 വയസ്സുള്ള ശ്രീ KC ജോസഫ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായാണ് ഇരിക്കൂറിൽ ജനവിധി തേടാൻ വേണ്ടി വരുന്നത്, കോട്ടയത്തു നിന്ന് വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് സീറ്റ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കോൺഗ്രസിലുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹം പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന്